Hello students, എൻ്റെ പേര് അബിൻസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 8th ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻസ്. ബേസിക് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, റിഡക് പ്ലസ് ഓക്സിൻ. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ റിയാക്ഷൻ. നമുക്ക് നിങ്ങൾ 10ൽ പഠിച്ചതാണ് റിഡക്ഷൻ എന്താണ്, ഓക്സിഡേഷൻ എന്താണ്, എന്താണെന്ന് ഇവിടെ പഠിക്കാനുണ്ട്, പറയാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് ബോത്ത് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ റിയാക്ഷൻ. ഒരു റിയാക്ഷനിൽ തന്നെ റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഇനി എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ? നിങ്ങൾ 10ൽ പഠിച്ചുകൊണ്ടതനുസരിച്ച് എന്താണ് ഓക്സിഡേഷൻ? ജസ്റ്റ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച എത്രയാണുള്ളൂ, എന്താ, ഇറ്റ് ഈസ് ദി റിമൂവൽ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ 10ൽ ഒരു പാട്ടിൽ പഠിച്ചിട്ടുണ്ട് ഇറ്റ് ഈസ് ദി അഡീഷൻ ഓഫ് ഓക്സിജൻ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 3 കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് പഠിക്കാണ്ട്. ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണെന്ന് ഒരു 3 കൺസെപ്റ്റ്. ഇറ്റ് ഈസ് ഫസ്റ്റ് കൺസെപ്റ്റ് ആണ് ദി ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ. ക്ലാസിക്കൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഓക്സിഡേഷൻ പൊതുവെ ജനറലൈസ് ചെയ്ത ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ഈസ് ദി അഡീഷൻ ഓഫ് ഓക്സിജൻ or addition of an electronegative element. Addition of oxygen, ഒരു എലമെന്റിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്, എക്സാമ്പിൾ നൈട്രജൻ, ഫ്ലൂറിൻ, ഓക്സിജൻ പോലുള്ളൊരു എലമെന്റ് ആഡ് ചെയ്താലും അവിടെ എന്ത് നടന്നു എന്ന് പറയാം? ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. ഓർ ദ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്, ഒരു എലമെന്റിൽ നിന്ന് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുകയോ ഓർ ഒരു ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ് റിമൂവ് ചെയ്യുകയോ ചെയ്താൽ അതിനെയും എന്ന് പറയാം? ഓക്സിഡേഷൻ എന്ന് പറയാം. അപ്പോൾ എലമെന്റിൽ നിന്ന് ഒന്നെങ്കിൽ ഓക്സിഡേഷൻ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക, അതാണ് ഓക്സിഡേഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ റിമൂവൽ ഓഫ് ഓക്സിജൻ. ഒരു എലമെന്റിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്തു, അതാണ് എന്ത്? റിഡക്ഷൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഓക്സിജനെ റെഡ്യൂസ് ചെയ്തു, ഓക്സിജനെ എടുത്ത് കളഞ്ഞു, റിമൂവ് ചെയ്തു, അതാണ് എന്ത്? റിഡക്ഷൻ. പേര് തന്നെ ഉണ്ട്, ഓക്സിഡേഷൻ, ഓക്സിജൻ അഡീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്സിജൻ അഡീഷൻ, ഓക്സിഡേഷൻ, അഡീഷൻ ഓഫ് ഓക്സിജൻ. ഫോർ എക്സാമ്പിൾ നോക്കിയേ, സിങ്ക് പ്ലസ് കോപ്പർ ഓക്സൈഡ് ഗീവ്സ് സിങ്ക് ഓക്സൈഡ് പ്ലസ് കോപ്പർ. ഇവിടെ സിങ്ക് ഒറ്റയ്ക്ക് ഒരു മെറ്റലാണ്, സിങ്ക് ഇസഡൻ മെറ്റലാണ്, പ്ലസ് കോപ്പർ ഒരു കോമ്പൗണ്ട് ആയിട്ടിരിക്കുകയാണ്, കോപ്പർ ഓക്സൈഡ്. കോപ്പറിന്റെ ഇവിടെ ഓക്സിജൻ ഉണ്ട്. ഈ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ എന്താവും? ഈ കോപ്പറിലെ ഓക്സിജൻ ആര് വാങ്ങിക്കും? സിങ്ക് വാങ്ങിച്ച് സിങ്ക് എന്തായിട്ട് മാറും? സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും. സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും. സിങ്കിന് എന്ത് സംഭവിക്കും? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കും. സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കും. കാരണം അഡീഷൻ ഓഫ് ഓക്സിജൻ, സിങ്കിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്തു, സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറി, സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കും. കോപ്പർ ഓക്സൈഡിന് എന്ത് സംഭവിക്കും? കോപ്പർ ഓക്സൈഡില് കോപ്പറിന് ആർക്ക് കൊടുത്തു? സിങ്കിന് കൊടുത്തു. അപ്പൊ ഇവിടെ നിന്ന് എന്താ? റിമൂവൽ ഓഫ് ഓക്സിജൻ, ഓക്സിജൻ പോവുകയാണ് ചെയ്തത്. റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താ? റിഡക്ഷൻ. കോപ്പർ ഓക്സൈഡിന് എന്ത് സംഭവിക്കും? റിഡക്ഷൻ സംഭവിക്കും. ഇനി സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു, കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു. ഇനി സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു, അതായത് സിങ്ക് നോക്കിക്കേ, കോപ്പറിലെ ഓക്സിജനെ കളഞ്ഞു. ആര്? സിങ്ക് വാണിച്ചപ്പോഴാണ് കോപ്പറിലെ ഓക്സിജൻ പോയത്. അതായത് കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു. ആ റിഡക്ഷൻ നടക്കാൻ സഹായിച്ചത് ആരാ? സിങ്ക് അല്ലേ? കാരണം ഈ ഓക്സിജൻ വാണിച്ചത് സഹായിച്ചത് സിങ്ക്. അതുകൊണ്ട് സിങ്കിന് പറയുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയും. സിങ്കിന് പറയുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. നെക്സ്റ്റ്, കോപ്പർ ഓക്സൈഡ് ഈ സിങ്കിലേക്കുള്ള ഓക്സിജൻ കൊടുത്ത് സിങ്കിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിച്ചത് ആരാ? കോപ്പർ. അതുകൊണ്ട് കോപ്പറിനെ വിളിക്കും ഓക്സിഡൈസിങ് ഏജന്റ്. സിങ്കിനെ ഓക്സിഡൈസ് ചെയ്യാൻ സഹായിച്ചത് കോപ്പർ, അതുകൊണ്ട് കോപ്പറിനെ വിളിക്കും ഓക്സിഡൈസിങ് ഏജന്റ്. കോപ്പർ ഓക്സൈഡിനെ വിളിക്കാനാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. സെക്കൻഡ് കൺസെപ്റ്റ് ആണ് ഇലക്ട്രോണിക് കൺസെപ്റ്റ്. ഇലക്ട്രോൺ വെച്ചിട്ട് എങ്ങനെയാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ ഡിഫൈൻ ചെയ്തത് നോക്കാം. അക്കോർഡിംഗ് ടു ഇലക്ട്രോണിക് കൺസെപ്റ്റ്, ഓക്സിഡേഷൻ ഇസ് ദി റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. ഒരു എലമെന്റിൽ നിന്ന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാം. ആൻഡ് റിഡക്ഷൻ ഇസ് ദ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. ഒരു എലമെന്റ് ഇലക്ട്രോണിനെ വാണിച്ചു അല്ലെങ്കിൽ അഡീഷൻ നടന്നു, അതിനാണ് എന്ത്? റിഡക്ഷൻ. അപ്പോൾ ഇലക്ട്രോണിനെ കൊടുക്കുകയാണെങ്കിൽ അവിടെ ഓക്സിഡേഷൻ നടന്നു എന്ന് പറയാം. ഇലക്ട്രോണിനെ വാണിക്കുകയാണെങ്കിൽ അവിടെ റിഡക്ഷൻ നടന്നു എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, സിങ്ക് പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് Cu, കോപ്പർ. ഈ റിയാക്ഷൻ നോക്കിയേ, സിങ്കും കോപ്പർ 2+ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്.
ഇവിടെ സിങ്കിന്റെ ഓക്സിഡേഷൻ 0. ഈ സിങ്ക് എന്തായിട്ട് മാറി? സിങ്ക് 2+ ആയിട്ട് മാറി. എപ്പോഴാണ് ഒരു സാധനത്തിന് പോസിറ്റീവ് ചാർജ് ഇടുന്നത്? എപ്പോഴാണ് പോസിറ്റീവ് ചാർജ് ഇടുന്നത്? അതിന്റെ ഇടയ്ക്കുള്ള ഇലക്ട്രോൺ പോകുമ്പോഴാണ് പോസിറ്റീവ് ചാർജ് ഇടുന്നത്. സിങ്കിന്റെ ഇവിടുത്തെ ചാർജ് എത്രയാണ്? 0. കാരണം ഇതിലൊരു ചാർജും എഴുതിയിട്ടില്ല. ഇപ്പൊ സിങ്കിന്റെ ചാർജ് 0 ആണെന്നർത്ഥം. സിങ്കിന് ഒരു ചാർജും ഇല്ല. അതായത് അവിടെ പോസിറ്റീവും നെഗറ്റീവും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് 0 വരുന്നത്. 2 ഇലക്ട്രോൺ അത് പുറത്തേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ അതിന് മൈനസ് ചാർജ് കുറയുകയും പോസിറ്റീവ് ചാർജ് കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് സിങ്ക് 2+ എന്ന് ചാർജ് വരുന്നത്. അപ്പൊ സിങ്ക് 2 ഇലക്ട്രോണിനെ കൊടുക്കും, സിങ്ക് 2+ ആയിട്ട് മാറും. റിമൂവൽ ഓഫ് 2 ഇലക്ട്രോൺ സിങ്ക്. കോപ്പർ 2+ ആണ്, അതായത് 2 ഇലക്ട്രോൺ കുറവാണ് ഓൾറെഡി. കോപ്പർ എന്ത് ചെയ്യും? ഈ സിങ്ക് കൊടുത്ത ഇലക്ട്രോണിനെ കോപ്പർ വാങ്ങിക്കും. അഡീഷൻ ഓഫ് 2 ഇലക്ട്രോൺ. കോപ്പർ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ വാങ്ങിക്കും. അപ്പോ ഇവിടെ ഏതിനാണ് ഓക്സിഡേഷൻ എന്ന്? ഏതാണ് റിഡക്ഷൻ? അത് സിങ്ക് 2 ഇലക്ട്രോണിനെ കൊടുത്ത സിങ്ക് 2+ ആയതുകൊണ്ട് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ. ഇസിഡൻ 2+ ആയി. 2 ഇലക്ട്രോണിനെ കൊടുത്തു കഴിയുമ്പോൾ പ്ലസ് ചാർജ് കിട്ടും. റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ. കോപ്പർ 2+ 2 ഇലക്ട്രോൺ വാങ്ങിച്ച് കോപ്പർ ആയിട്ട് മാറും. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് റിഡക്ഷൻ. ഇവിടെ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ഓക്സിഡേഷൻ സംഭവിക്കുന്നതിന് എന്താണ്? സിങ്കിനോട് ഓക്സിഡേഷൻ സംഭവിച്ചു, ഇതിനെ റെഡ്യൂസിങ് ഏജന്റ് വിളിച്ചു. അതുപോലെ തന്നെ സിങ്ക് ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു, ഇതിനെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കും. ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? ഏതിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അതാണ് റെഡ്യൂസിങ് ഏജന്റ്. കോപ്പർ എന്ത് സംഭവിച്ചു? കോപ്പർ 2+ കോപ്പറായി. കോപ്പറിന് റിഡക്ഷൻ സംഭവിച്ചു. കോപ്പർ എന്തായിട്ട് ആക്ട് ചെയ്യും? ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് 2 കൺസെപ്റ്റ്. ഒന്ന് ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ വെച്ചിട്ട് പറയും. രണ്ടാമത്തത് ഇലക്ട്രോൺ വെച്ചിട്ട് പറയും. ഇനി ഒരു മൂന്നാമത്തെ കൺസെപ്റ്റ് കൂടി ഉണ്ട്. അടുത്തതായി മൂന്നാമത്തെ കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓക്സിഡേഷൻ നമ്പർ. എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്താണ് ഓക്സിഡേഷൻ നമ്പർ? നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ ചാർജിനെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. ഒരാറ്റം ഒറ്റയ്ക്കിരുന്നോട്ടെ, ഇപ്പൊ അവൻ ഒറ്റയ്ക്കിരുന്നോട്ടെ, കമ്പൈൻ ചെയ്തിരുന്നോട്ടെ, സെയിം എലമെന്റ് ആയിട്ട് കമ്പൈൻ ചെയ്തിരുന്നോട്ടെ. ഇപ്പൊ KMnO4 NaCl ഇങ്ങനെ കമ്പൈൻ ചെയ്തിരുന്നോട്ടെ. കമ്പൈൻ ചെയ്ത് ഒറ്റയ്ക്കോ എങ്ങനെ ഇരിക്കുന്നു ആ ഒരു ആറ്റം പൊസസ് ചെയ്യുന്ന അതിന്റെ ചാർജിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓക്സിഡേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ KMnO4 എന്നൊരു കോമ്പൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൽ KMnO ഓക്സിജൻ, പൊട്ടാസ്യം, മാംഗനീസ്, ഓക്സിജൻ ഓരോന്നും ഇങ്ങനെ കമ്പൈൻ ചെയ്തിരിക്കണമെങ്കിൽ അത് ഓരോരോ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് ഓരോരോ ചാർജിന് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ചാർജിന് വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിരിക്കുമ്പോൾ ഇതിനെല്ലാത്തിനും ഓരോരോ ചാർജ് ഉണ്ടാവും. ആ ചാർജിന് പറയുന്ന പേരാണിത് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ കുറച്ച് റൂളുകളുണ്ട്. ഈ റൂള് കൃത്യമായിട്ട് ഫോളോ ചെയ്താലാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ആ റൂൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് ഫസ്റ്റ് റൂളാണ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് എ ഫ്രീ എലമെന്റ് ഓർ ഇൻ ആൻ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ഈസ് ഓൾവേസ് 0. ഒരു എലമെന്റ് ഫ്രീ ആയ അവസ്ഥയിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ വേറെ കമ്പൈൻ ചെയ്ത് വേറൊരു കോമ്പൗണ്ട് ഉണ്ടാക്കാതെ ഇരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിൽ ആ എലമെന്റ് ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും 0 ആയിരിക്കും. എക്സാമ്പിൾ H2 ഹൈഡ്രജൻ. അത് വേറെ ഏതെങ്കിലും ഒരു എലമെന്റ് ആയിട്ടാണോ കമ്പൈൻ ചെയ്തിരിക്കുന്നത്? ഇല്ല, ഹൈഡ്രജൻ എന്ന 2 ആറ്റം കൂടി ചേർത്തിരിക്കുന്നു. ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ക്ലോറിൻ Cl2 സെയിം അല്ലേ? 0. O3 3 ഓക്സിജൻ സെയിം ആണ്, 0. P4 3 ഫോസ്ഫറസ് സെയിം അല്ലേ? 0. S8 8 സൾഫർ 0. Na 0. സോഡിയം ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. Na എന്നൊരു എലിമെന്റ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ സോഡിയം ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, 0. എന്തുകൊണ്ടാണ് Na2 Na3 എന്ന് വരാത്തത്? സോഡിയം എന്നൊരു മെറ്റലാണ്. മെറ്റൽസ് എപ്പോഴും ഒറ്റയ്ക്കാണ് ഇരിക്കുള്ളൂ. കോപ്പർ, സിങ്ക്, സിൽവർ, ഗോൾഡ്, സോഡിയം, പൊട്ടാസ്യം ഇതുപോലെയുള്ള മെറ്റൽസ് എപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെയാണ് ഇരിക്കുള്ളൂ. സിങ്ക്, കോപ്പർ ഇങ്ങനെ ഒറ്റയ്ക്കാണ് ഇരിക്കുള്ളൂ. അതിന്റെയൊക്കെ ചാർജ് നമുക്ക് തന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ എന്നയുടെ കൂടെ ചാർജ് തന്നിട്ടില്ലെങ്കിൽ അതെടുക്കാം. ചാർജ് തന്നിട്ടില്ലാത്ത പക്ഷം 0 ആയിട്ട് എടുക്കാം. അപ്പൊ ഫ്രീ ആയിട്ടോ അൺകമ്പൈൻഡ് സ്റ്റേറ്റിലോ വേറൊരു കോമ്പൗണ്ട് ഫോം ചെയ്യാതിരിക്കുകയോ
ഇരിക്കുമ്പോൾ, ആ എലമെന്റ് മാത്രം ഇരിക്കുമ്പോൾ അതിന്റെ ചാർജ് 0 ആയിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് റൂളാണ് ഓക്സിഡേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു ചാർജ് ഓഫ് ദി അയൺ. ഇപ്പോൾ നമുക്കൊരു എലമെന്റ് തന്നു കേട്ട് ആ എലമെന്റിന്റെ ചാർജ് നമുക്ക് തരികയാണെങ്കിൽ, ആ എലമെന്റിന്റെ കൂടുതൽ അതിന്റെ ചാർജ് തരികയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ ചാർജ് തന്നെയായിരിക്കും എന്ത് ഓക്സിഡേഷൻ നമ്പർ. എക്സാമ്പിൾ Na+. ഈ ഒരു എലമെന്റ് തന്നപ്പോൾ ഇവിടെ Na തന്നപ്പോൾ നമുക്ക് അതിലൂടെ ചാർജ് തന്നിട്ടുണ്ടായില്ല. ഒരു ഫ്രീ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അത് ഇലക്ട്രോണെ കൊടുത്തിട്ടില്ല വാങ്ങിച്ചിട്ടില്ല എന്നൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഫ്രീ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 0. പക്ഷെ Na ഒരു ഇലക്ട്രോണെ കൊടുത്തിട്ടിരിക്കുക. അതുകൊണ്ടാണ് Na+ എന്നൊരു സ്ഥലം. Na+ നമ്മൾ എഴുതി വെച്ചാൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ എണ്ണയുടെ കൂടെ ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ ആ ചാർജ് അയോണിന്റെ ചാർജിനാണ് നമ്മൾ എന്താ ഓക്സിഡേഷൻ നമ്പറായിട്ട് എടുക്കും. Na+ എന്ന് പറയുമ്പോൾ +1. വെറും Na എന്നാണെങ്കിൽ 0 എന്നെടുക്കാം. Na+ ആയതുകൊണ്ട് +1. Mg2+ എന്നാൽ +2. Fe3+ എന്നാൽ +3. Cl- എന്നാൽ -1. Cl-ന്റെ കൂടെ മൈനസ്, ക്ലോറിന്റെ -1. ഓക്സിജൻ 2-, ഓക്സിജന്റെ കൂടെ -2. ചാർജ് -2 ആയതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പറും -2. തേർഡ് റൂളാണ് ഓൾ ദി ആൽക്കലി മെറ്റൽസ് ഹാവ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് +1. ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും +1 ആയിരിക്കും. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും +2 ആയിരിക്കും പൊതുവെ. എന്താണ് ആൽക്കലി മെറ്റൽ? എന്താണ് ആൽക്കലൈൻ മെറ്റൽ? നമ്മൾ ആദ്യം 3ാമത്തെ ചാപ്റ്റർ പഠിച്ചാണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചാണ്. എന്താണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ പഠിച്ചപ്പോഴാണ്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പാണ്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്. ഈ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ഇല്ലേ, ഈ എലമെന്റ്സിനെ പഠിക്കുന്നവരാണ് എന്താണ് ആൽക്കലി മെറ്റൽസ്. സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഈ എലമെന്റ്സിനെ വിളിക്കുന്നവരാണ് ആൽക്കലി മെറ്റൽസ്. അതിന്റെ എല്ലാത്തിന്റെയും +1 ആയിരിക്കും. മോസ്റ്റ്ലി കോമൺലി സോഡിയം, പൊട്ടാസ്യം വരുന്നത്. നെക്സ്റ്റ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, അതായത് ഗ്രൂപ്പ് 2 എലമെന്റ്സ്. ആ എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണത്, അതാണ് കാൽഷ്യം, മഗ്നീഷ്യം പോലുള്ള എലമെന്റ്സ്. ആ എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും +2 ആയിരിക്കും. നെക്സ്റ്റ് ഫോർത്ത് റൂൾ ഓൾവേസ് ദി ഹാലജൻസ് ഹാവ് എ ഓക്സിഡേഷൻ നമ്പർ ഓഫ് -1. ഹാലജൻസിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും -1 ആയിരിക്കും. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ പോലുള്ള ഹാലജൻസ്, അതായത് ഗ്രൂപ്പ് 17 എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആയിരിക്കും. ക്ലോറിന്റെ, ബ്രോമിന്റെ, അയഡിന്റെ ഒക്കെ ഇടയ്ക്ക് വ്യത്യാസം വരാമെങ്കിലും ഫ്ലൂറിന്റെ ഒരിക്കലും വ്യത്യാസം വരില്ല. ഓൾവേസ് -1. നെക്സ്റ്റ് ഹൈഡ്രജൻ ഓൾവേസ് ഹാസ് എ ഓക്സിഡേഷൻ നമ്പർ ഓഫ് +1. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും +1 ആയിരിക്കും. ഇടയ്ക്ക് വ്യത്യാസമുണ്ട്. എപ്പോഴാന്ന് നോക്കിയോ, ഇൻ ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യുമ്പോൾ മാത്രം ഹൈഡ്രജൻ +1 കാണിക്കാറുണ്ട്. അതൊരു എക്സെപ്ഷണൽ കേസാണ്. അല്ലാത്തപ്പോൾ എപ്പോഴും നമുക്ക് ഹൈഡ്രജൻ എപ്പോഴും എടുക്കാം, +1 ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് സിക്സ്ത് റൂൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് -2. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും -2 ആയിരിക്കും. നിങ്ങൾ എഴുതിയാണ് കണ്ടിട്ടുണ്ടാവും, O2- എന്ന് എഴുതിയാണ് കണ്ടിട്ടുണ്ടാവും. O2- എന്ന് എഴുതിയാണ് കണ്ടിട്ടുണ്ടാവും. അതായത് ഓക്സിജന്റെ എപ്പോഴും -2 ആണ് ഓക്സിഡേഷൻ നമ്പർ. ചില കേസിൽ വ്യത്യാസമുണ്ട്, എക്സെപ്ഷൻ ഉണ്ട്. അതാണ് ഇൻ പെറോക്സൈഡ്സ്. പെറോക്സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് കേട്ടില്ലേ, സോഡിയം പെറോക്സൈഡ്, Na2O2 ഇതുപോലുള്ള ഇതിലേക്ക് ഓക്സിഡേഷൻ എത്ര എടുക്കും? -1 എടുക്കും ഓക്സിജൻ. അല്ലാത്തപ്പോൾ എപ്പോഴും ഓക്സിജന്റെ -2 ആയിട്ട് എടുക്കും. സെവൻത് റൂൾ സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ആറ്റംസ് ഈസ് 0. ഒരു കോമ്പൗണ്ടിലുള്ള എല്ലാ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 0 വരും. നമ്മളിപ്പോ പറഞ്ഞു KMnO4. ഇതൊരു കോമ്പൗണ്ടാണ്. ഇതിൽ ഒരുപാട് ആറ്റംസ് ഉണ്ട്. ഒരു പൊട്ടാസ്യം, ഒരു മാംഗനീസ്, 4 ഓക്സിജൻ ആറ്റംസ്. ഓരോന്നിനും ഓരോ ചാർജ് ഉണ്ട്. ആ ചാർജിനാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. ഈ ഓക്സിഡേഷൻ നമ്പർ ഇതിന്റെ എല്ലാത്തിന്റെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഓക്സിഡേഷൻ നമ്പർ എത്ര കിട്ടണം? 0 കിട്ടണം. അതാണ് ലാസ്റ്റ് റൂൾ. ഇത്രയും റൂൾ അറിയാമെങ്കിലാണ് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു 2-3 എക്സാമ്പിൾസ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാതെ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ അടുത്തതായി നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസിക് റൂൾസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. ഇതിലേക്ക് ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് വൺ KMnO4. KMnO4ലെ Mന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. Mന്റെ ഓക്സിഡേഷൻ നമ്പർ, മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം. നോക്കിയോളാം. Mന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ Mന്റെ അറിയാൻ പാടില്ലാത്ത നമ്മൾ X എന്നെടുത്തു.
എമ്മിന്റെ ഓക്സിഡേഷൻ നമ്പർ എക്സ്. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം, -2 ആണെന്ന് പറഞ്ഞു. പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കെയുടെ എത്രയാണ്? +1. ഞാൻ പറഞ്ഞു ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിഡേഷൻ നമ്പർ +1. സോഡിയം, പൊട്ടാസ്യം പോലുള്ളതിന്റെ ഓക്സിഡേഷൻ നമ്പർ +1. ഇത് നമുക്ക് പൊട്ടാസ്യത്തിന്റെ കിട്ടി, ഓക്സിജന്റെ കിട്ടി, മാംഗനീസിനെ അറിയില്ല. നെക്സ്റ്റ് വേറെ റൂൾ ഉണ്ട്. ലാസ്റ്റ് റൂൾ ഏതാണ്? സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ആറ്റംസ് ഈസ് 0. എല്ലാ ആറ്റത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്താൽ സം ചെയ്താൽ 0 കിട്ടും. ഡബിൾ ആഡ് ചെയ്യാണ്. പൊട്ടാസ്യത്തിന്റെ +1 1 പ്ലസ് എമ്മിന്റെ അറിയില്ല എക്സ്. ഓക്സിജന്റെ -2 ആഡ് ചെയ്തോ? ആഡ് ചെയ്തു. ഓക്സിജൻ -2 കൊടുത്താൽ മാത്രം ശരിയാവില്ല. കാരണം ഓക്സിജന്റെ എണ്ണം ഇവിടെ എത്ര ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. ഒരു ഓക്സിജന്റെ ആണ് -2. അപ്പൊ -2 × 4 എന്ന് വരും. ഈ 4 എല്ലാത്തിനും ഉള്ള 4 അല്ല, ഓക്സിജന് മാത്രമുള്ള 4 ആണ്. മാംഗനീസിന് K1, മാംഗനീസ് 1, ഓക്സിജൻ 4. ഇവിടെ 3 കൊടുക്കുമ്പോഴാണ് ഈ 3 എല്ലാത്തിലേക്കും ആപ്ലിക്കബിൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ 3 അലൂമിനിയത്തിനും ഓക്സിജനും ബാധക. ഈ രണ്ട് അലൂമിനിയത്തിന് മാത്രം, 2 അലൂമിനിയം 3 ഓക്സിജൻ. ഈ 3 രണ്ടിനും ബാധകം. അപ്പൊ ഇവിടെ എത്ര ഓക്സിജനും എത്ര അലൂമിനിയം ഉണ്ട്? 3 × 2 6 ഓക്സിജനും 3 × 3 അല്ല 3 × 2 6 അലൂമിനിയവും 3 × 3 9 ഓക്സിജനും. ഈ 3 ഓക്സിജന് ഈ 2 അലൂമിനിയത്തിന്, പക്ഷെ ഈ 3 രണ്ടിനും ബാധക. അതാണ് വ്യത്യാസം. അപ്പൊ ഓക്സിജന് 4 ഓക്സിജനുള്ള -24. ആൽജിബ്രൈക് സം ഈസ് 0. അപ്പൊ നമുക്ക് കിട്ടും 1 + x + -24 എത്രയാ? -8 = 0. x = -8 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 8 +1 അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 = 7 എന്ന് കിട്ടും. മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എന്ത് കിട്ടും? 7 എന്ന് കിട്ടും. നെക്സ്റ്റ് SnCl2. SnCl2 Snന്റെ കണ്ടുപിടിക്കണം. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നോക്കിക്കേ. ക്ലോറിന്റെ നമുക്കറിയോ, ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 അല്ലെ? ഹാലജൻസിന്റെ -1, ഫ്ലൂറിൻ, ക്രോമിൻ, ബ്രോമിൻ, അയഡിൻ -1. Sന്റെ X, ക്ലോറിന്റെ -1. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള റൂൾ ഏതാ? ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 0 ഇടണം. നമ്മൾ ആഡ് ചെയ്യുകയാണ് x + -1. -1 ക്ലോറിന്റെ ആണ്. ക്ലോറിന് ഇവിടെ എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് -1 × 2 = 0. ഓക്സിഡേഷൻ നമ്പർ സം = 0. എന്ത് കിട്ടും? x + -2 = 0. -2 അപ്പുറത്തേക്ക് പോകുമ്പോൾ +2. നമുക്ക് ഈ 2 വേണമെങ്കിൽ ഇതിവിടെ കാണിക്കാം. എങ്ങനെ കാണിക്കണം നോക്കിയോ. അപ്പൊ ഇവിടെ കാണിക്കണമെങ്കിൽ SN2Cl2 എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. SN2Cl2 എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. റോമൻ നമ്പേഴ്സ് 1 2 3 4 ഇങ്ങനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്നത്. റോമൻ നമ്പേഴ്സ് ഇതിൽ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയും. സ്റ്റോക്ക് നൊട്ടേഷൻ റോമൻ ന്യൂമറൽസിൽ അത് അതിന്റെ അടുത്ത് ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ടിട്ട് ഓക്സിഡേഷൻ നമ്പർ എന്ന് വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞ് ചോദിച്ചാൽ ഇങ്ങനെ റോമൻ നമ്പേഴ്സിൽ ബ്രാക്കറ്റിൽ ഇട്ട് എന്തുകൂടെ എഴുതിച്ചാൽ മതി. എസ്ന്റെ 2 ആയതുകൊണ്ട് 2. അവിടെ ചാർജ് കുഴപ്പമില്ല, പ്ലസോ മൈനസോ ആയാലും കുഴപ്പമില്ല, ചാർജ് കുഴപ്പമില്ല, ജസ്റ്റ് ആ നമ്പർ കാണിച്ചാൽ മതി. നെക്സ്റ്റ് SnCl4 SN കണ്ടുപിടിക്കണം. എക്സ് SN അറിയില്ല, എക്സ് ക്ലോറിന്റെ -1 ആഡ് ചെയ്യണം. x + -1 × 4 ക്ലോറിനോട് -1 4 = 0. x + -1 × 4 -4 = 0. -4 അപ്പുറത്തേക്ക് പോകുമ്പോൾ +4 ആവും. x = +4. SN എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? SN4Cl4. ഇങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്. ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് CuSO4 CUടെ കണ്ടുപിടിക്കണം. SO4 നമുക്ക് അറിയാൻ പാടില്ല. ഈ SO4 പ്രത്യേകത SO4 എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് അയോണാണ്. സൾഫേറ്റ് അയോൺ. ഈ എസും എപ്പോഴും ഒരുമിച്ചിരിക്കുന്ന സംഭവം സൾഫേറ്റ്. നിങ്ങൾ എപ്പോഴും ഉണ്ടാവും SO4 എന്ന സംഭവം സൾഫേറ്റ്. ഇതിന്റെ ചാർജ് എപ്പോഴും -2 ആയിട്ട് നമ്മൾ എടുക്കും. SO4 ചാർജ് -2 നിങ്ങൾ പഠിച്ചു വെക്കണം. SO4 ചാർജ് -2.
അപ്പോൾ ഇവിടെ കോപ്പറിന്റെ എക്സ് ആയിട്ട് SO4 നമുക്ക് ഓക്സിജന്റെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് ഇപ്പോഴും ഒരുമിച്ചിരിക്കുന്ന സാധനമുണ്ട്. SO4ന്റെ -2 -2 ഇത് നമ്മൾ ആഡ് ചെയ്യണം. എക്സ് പ്ലസ് SO4ന്റെ -2. ഇവിടെ എത്ര SO4 ഉണ്ട്? ഒരു SO4 ഉള്ളൂ. ഓക്സിജൻ 4. SO4 എന്ന കോമ്പൗണ്ടിന്റെ മൊത്തത്തിലാണ് -2. അങ്ങനെ എത്ര SO4 ഉണ്ട്? ഒരേ SO4 എക്സ് പ്ലസ് കോപ്പറിന്റെ എക്സ് പ്ലസ് സൾഫേറ്റിന്റെ -2. ടോട്ടൽ എത്ര? 0. x equal to +2 വരും. നെക്സ്റ്റ് V2O5 വിയുടെ അറിയില്ല എക്സ്, ഓക്സിജന്റെ -2. ഇത് നമ്മൾ ആഡ് ചെയ്യാണ്. വിയുടെ അറിയില്ല എക്സ് പ്ലസ് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ എല്ലാം നോക്കി MN ഒരെണ്ണം SN ഒരെണ്ണം SN ഒരെണ്ണം കോപ്പർ ഒരെണ്ണം. ഇവിടെ വി എത്ര ഉണ്ട്? 2 വികളുണ്ട്. എക്സ് ഇൻറ്റു 2 2 എക്സ് ഉണ്ട്. ഒരു എക്സ് വിയിലാണ് എക്സ്, 2 വികളുണ്ട്. 2 ഇൻറ്റു എക്സ് പ്ലസ് ഓക്സിജന്റെ -2. എത്ര ഓക്സിജൻ ഉണ്ടായത്? 5 = 0. ടോട്ടൽ ചാർജ് = 0. ഒരിക്കലും ഈ നടക്കൊണ്ട് ഇൻറ്റു ചെയ്തിരിക്കരുത്. എല്ലാവരും ചെയ്ത് തെറ്റാണ് ഈ നടക്കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്. ഒരാറ്റത്തിന് അടുത്ത ആറ്റത്തിലേക്ക് പോകുമ്പോൾ പ്ലസ് ആണ് വരുള്ളൂ ചാർജ്. ഒരാറ്റത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഇൻറ്റു തന്നെ. എക്സ് ഇൻറ്റു 2 പ്ലസ് -2 ഇൻറ്റു 5 2x പ്ലസ് -25 -10 = 0. 2x = -10 അപ്പുറത്തേക്ക് പോകുമ്പോൾ +10 ആവും. x = 10/2 വരും. എന്ത് വരും? +5. വീടത്തെ ഒരു +5. നിങ്ങളപ്പോൾ ഇൻറ്റു 2 ചെയ്തില്ലെങ്കിൽ ഇവിടെ അവസാനം /2 വരില്ല. +5 എന്നല്ല +10 എന്നായിരുന്നു തെറ്റായി. നെക്സ്റ്റ് 3Al2O3 3Al2O3 ഇവിടെ നോക്കിയോടാ. ഇവിടെ 3 അവർ എല്ലാത്തിനും ഭാഗമാകുന്നുണ്ട്. നോക്കിയാ അലൂമിനിയത്തിന്റെ അറിയില്ല എക്സ്, ഓക്സിജന്റെ -2. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകണം. അലൂമിനിയത്തിന്റെ എക്സ് എത്ര അലൂമിനിയം ഉണ്ട്? 2x പ്ലസ് ഓക്സിജന്റെ -2. എത്ര ഓക്സിജന്റെ? 3 ഓക്സിജൻ -2 3 0. ഇവിടെ 3 ഇല്ലേ? ആ 3 എന്ന് പറഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ട് 3 എണ്ണം ഉണ്ടെന്നാണ് അർത്ഥം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രാക്കറ്റിൽ ഇതിന്റെ പുറത്ത് 3 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഈ 3 ഇൻറ്റു ചെയ്യുമ്പോൾ ഈ 3 അപ്പുറത്തേക്ക് എന്താവും? 0 പോകും. ഈ 3 നമുക്ക് അപ്പുറത്തേക്ക് കൊടുക്കല്ലോ. ഇവിടെ 3 ഇൻറ്റു എന്ന് പറഞ്ഞാൽ എടുക്കണേ. 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ പോയി ഡിവിഷൻ വരും. 0/3 0. 0 / n element is 0. അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് ചെയ്യാം? x × 2 2x പ്ലസ് -2 × 3 -6 = 0. 3 അപ്പുറത്തേക്ക് കൊടുത്ത് 0 ആയി പോയി. അപ്പോൾ എന്തൊരു 2x പ്ലസ് -6 = 0. -6 അപ്പുറത്തേക്ക് പോകുമ്പോൾ +6. 2x = 6. x = +3. x = 6/2 എന്ന് വരും. x = +3. x = 6/2. ഇവിടെ 2 × x ആണ്. മൾട്ടിപ്ലിക്കേഷൻ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ വരും. 6/2 = +3. നെക്സ്റ്റ് HCF4 എക്സിന്റെ കണ്ടുപിടിക്കണം. എക്സിയുടെ എക്സ് എന്നെടുത്തു. ഫ്ലൂറിന്റെ ഞാൻ പറഞ്ഞു ഹാലജനാണ് -1. എക്സ് പ്ലസ് -1 ഇൻറ്റു 4 എണ്ണം ഉണ്ട്. എഫ് അതുകൊണ്ട് 0. എക്സ് പ്ലസ് -4 = 0. x = +4. -4 കൊടുക്കുമ്പോൾ +4. K2Cr2O7 CRന്റെ കണ്ടുപിടിക്കണം. നല്ലൊരു പ്രശ്നമുണ്ട്. K2Cr2O7 CRന്റെ കണ്ടുപിടിക്കണം. കെയുടെ പൊട്ടാസ്യം ആൽക്കലി മെറ്റലാണ്. ഗ്രൂപ്പ് 1 ആണ്. സോഡിയം പൊട്ടാസ്യത്തിന്റെ +1. ഓക്സിജന്റെ -2. അവിടെ ആഡ് ചെയ്യാൻ പോകണം. 1 ഓക്സിജന്റെ പൊട്ടാസ്യം 1. എത്ര പൊട്ടാസ്യം ഉണ്ട്? 2 പ്ലസ് സിആറിന്റെ അറിയില്ല എക്സ്. എത്ര സിആറിന്റെ? 2 പ്ലസ് ഓക്സിജന്റെ അതിന്റെ -2. എത്ര ഓക്സിജൻ ഉണ്ട്? 7 = 0. 1 × 2 2. x × 2 2x plus -2 × 7 -14 = 0. 2 plus -14 -40 plus 2 എന്ന് പറഞ്ഞാൽ -14 2 പോകും. എത്ര കിട്ടും? 12 എന്ന് കിട്ടും. 2x - 12 = 0. -12 അപ്പുറത്തേക്ക് പോകുമ്പോൾ +12. 2x = 12.
x equal to 12/2. X equal to 12/2. Q പ്രത്യേകം 12/2 equal to plus 6. CR പൊട്ടാസ്യത്തിന്റെ, ക്രോമിയത്തിന്റെ, ഓക്സിജന്റെ 2 plus minus 4 അല്ലെങ്കിൽ 2 minus 14 എന്ന് വരും. 2 14 പോയാൽ അല്ലെങ്കിൽ minus 14 plus 2 2 plus minus 14 എന്നാണ് പറയുന്നത്. മാത്സ് ആണത്. 2 plus minus 14 എത്രയാ? minus 12. minus 14 2 ആഡ് ചെയ്യാം. minus 14ലേക്ക് 2 ആഡ് ചെയ്യാം. അതിനല്ലേ 2 plus minus 14 minus 14 plus 2 minus 14 2 പോയാൽ എത്രയാ? minus 12. H3PO2 P കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ആയിട്ട് എടുത്തു. ഹൈഡ്രജന്റെ +1, ഓക്സിജന്റെ -2. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? H3PO2 എന്നതാണ്. H3PO2 മൈനസ് എന്ന് മുകളിൽ തന്നിട്ടുണ്ട്. H3PO2 മൈനസ്. ഈ മൈനസ് ചാർജ് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതുവരെയുള്ള ക്വസ്റ്റ്യനിലൊന്നും അങ്ങനെ ചാർജ് തന്നിട്ടുണ്ടായില്ല. കൂടെ എല്ലാത്തിന്റെ 0 ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ അഡീഷൻ ചെയ്ത് വന്നപ്പോൾ എല്ലാത്തിന്റെ 0 0 0 എന്നിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ മൈനസ് എന്ന് എക്സ്ട്രാ ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്ലസ് എന്നോ മൈനസ് എന്നോ -2 എന്നോ -3 എന്നോ +1 എന്നോ +2 എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇവിടെ ഇങ്ങനെ ഈക്വൽ ടു 0 എടുക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് ഈക്വൽ ടു എത്രയാണോ ഇവിടെ ചാർജ് ചെയ്യുന്നത് ആ ചാർജാണ് കൊടുക്കാൻ പറ്റുള്ളൂ. നോക്കിയോളൂ. അതിനെ കണ്ടുപിടിക്കുന്നു. നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ മൈനസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടിയുള്ള മൈനസാണ്. ഇതുവരെ ഉള്ളതൊക്കെ 0 ആയിരുന്നു. ഇവിടെ ചാർജ് ഉണ്ടായിരുന്നു 0. എല്ലാത്തിനും 0-യിലായിരുന്നു. H3PO2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ +1, പിയുടെ എക്സ് അറിയില്ല, ഓക്സിജന്റെ -2, ഇതിന് മൊത്തത്തിലുള്ള ചാർജിന്റെ -1. ഇവിടെ കണ്ടുപിടിക്കുന്നത് ഹൈഡ്രജന്റെ 1 എത്ര ഹൈഡ്രജൻ ഉണ്ട്? പ്ലസ് പിയുടെ എക്സ് എത്ര പി ഉണ്ട്? 1 പി. അപ്പൊ ഇൻഡു ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് ഓക്സിജന്റെ -2 എത്ര ഓക്സിജൻ? 2 ഓക്സിജൻ ഈക്വൽ ടു ഇവിടെയാണ് ഇമ്പോർട്ടന്റ്. ഈക്വൽ ടു ഇത്ര നമ്മൾ ഇടുന്ന ആൽജിബ്രൈക് സം ഓഫ് ഓൾ ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട് ഈസ് 0 എന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ചാർജ് തന്നിട്ടുണ്ടായില്ല. ഇൻ കേസ് ഇങ്ങനെ ഒരു ചാർജ് ഏതൊരു ചാർജ് തന്നിട്ടുണ്ടെങ്കിലും ആ ചാർജ് എന്ന് എടുക്കണം. ഇവിടെ മൈനസ് എന്നുള്ളത് -1 -2 ആണെങ്കിൽ -2, 2 മൈനസ് ആണെങ്കിൽ -2, 3 മൈനസ് ആണെങ്കിൽ -3, 2 പ്ലസ് ആണെങ്കിൽ +2. എന്തുവരും? 1 into 3 3 plus x plus -2 into 2 -4 equal to -1. 3 plus -4 -3ലേക്ക് 4 ആഡ് ചെയ്താൽ എത്ര വരും? -3ലേക്ക് 4 ആഡ് ചെയ്താൽ -4ലേക്ക് 3 ആഡ് ചെയ്താൽ x plus -1 equal to -1. x equal to -1 കൊടുക്കുമ്പോൾ +1 0 എന്ന്. ഇങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടി ഇതിൽ കൂടെ പോവുക. നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കിയാലാണ് മനസ്സിലാകുന്നത്. ആ ബേസിക് ആയിട്ട് 2-3 പ്രാവശ്യം ആ റൂള് പഠിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യുക. ഹൈഡ്രജന്റെ +1, ഓക്സിജന്റെ -2, ടോട്ടൽ സമം 0. ഏതെങ്കിലും ചാർജ് എന്നിട്ടെങ്കിൽ ആ ചാർജ് ആയിരിക്കണം ഈക്വൽ ടു ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. ഇത്രയൊക്കെയാണ് ബേസിക് കൺസെപ്റ്റ് ഉള്ളത്. പിന്നെ ആൽക്കലി മെറ്റൽസ് സോഡിയം പൊട്ടാസ്യം +1, കാൽഷ്യം മഗ്നീഷ്യം വന്നാൽ +2. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇത് Mn ആണ്. മാംഗനീസ്, മഗ്നീഷ്യം അല്ല. മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ Mg വരും. ഇത്രയാണ് ബേസിക്കലി നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് മൂന്നാമതൊരു കൺസെപ്റ്റ് ഉണ്ട് തോന്നുന്നു. ആ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്സിഡേഷൻ നമ്പറിനെ പറ്റിയിട്ടുള്ള